ഇതെന്തിൻ്റെ നിങ്ങൾ കേൾക്കുന്നത്? ഞങ്ങൾ ജീവിക്കാറാ, ചുമ്മാ വനത്തിലൊന്നുള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ പ്രകൃതിയെ പറ്റി എന്താ പരിപാടി? ഞങ്ങൾ ഈ ചന്ദന മരത്തെ കുറിച്ചൊന്നും, ചന്ദനം മോഷണം പോവോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ മറയൂർ ചന്ദനം റിസർവ് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദനമുള്ള സ്ഥലം മറയൂരാണ്. പക്ഷേ ഇപ്പോൾ ചന്ദനം ഇല്ല, തീരാറായി. ഇനി കുറച്ചേ ഉള്ളൂ. മോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിലുള്ളതൊക്കെ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുക. കാണിച്ചു തരാൻ പറ്റുമോ? അതേപ്പോൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാമല്ലോ. എന്നോട് പോയി എന്താ വെട്ടി വളർന്നിരിക്കുന്നത്? ഇവിടെയൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് ചന്ദനം നിന്നാണോ? അതെ, ഇവിടുന്നൊക്കെ വെട്ടിക്കൊണ്ട് പോയാൽ ഈ അടുത്ത കാലത്ത് റോഡ് സൈഡിൽ നിന്ന് ഇപ്പം വെട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ടോ? ഒന്ന് തൊട്ടടുത്തടുത്താന്ന് ആലോചിക്കണം. തീർന്നില്ല. വാ. രണ്ട്. വാ ഒരു ഇവിടെ തൊട്ടടുത്താ. എല്ലാം പുതിയ കിട്ടിയാണ്. ഇത് കണ്ടോ? രണ്ടെണ്ണ വെട്ടിക്കൊണ്ട് പോയിരിക്കണേ. തീർന്നില്ല. ഇതാ ഇത് കണ്ടോ? തൊട്ടടുത്ത് അവിടെ ഇവിടെ ഇങ്ങനെ ഈ കാടിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വെട്ടിക്കൊണ്ട് പോയിരിക്കുക. അവിടെ ഉണ്ട്. അതൊന്ന് കാട്ടിന് മുതല്ല. ഇത് കണ്ടോ? നിങ്ങൾ ആ ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചേ. ടൗണും ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. ഈ കാണുന്ന സിനിമാ തിയേറ്ററാണ്. ഇത്രയും അടുത്ത് ഇതുപോലത്തെ പണി നടന്നെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്താ പണി നടക്കണമെന്ന് പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? വാ, ഇനിയുണ്ട്. തീർന്നില്ല. എത്ര ഫോറസ്റ്റുകാരാ, എത്ര വാച്ചർമാരാ. അയ്യോ, പക്ഷെ സാധനം മുഴുവൻ തീർന്നു. ഇവിടെ ഇനി ഇല്ല. ഈ ഫോറസ്റ്റുകാർക്കും ഈ വാച്ചർമാർക്കും കൊടുക്കുന്ന ശമ്പളത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പം ഇവിടെ നിൽക്കുന്ന ഈ ചന്ദനങ്ങൾ ഇനി വെട്ടി വിറ്റാൽ പോലും ഗവൺമെന്റിന് ഒന്നും കിട്ടാനില്ല. ഇത് പണ്ടേ ഗവൺമെന്റ് ചെയ്യണമായിരുന്നു. എന്നാ ചെയ്യണമായിരുന്നു അറിയോ? ഇത് മുഴുവൻ വെട്ടി വിരിക്കണമായിരുന്നു. എങ്കിൽ ഖജനാവിൽ കുറച്ച് കാശായാനെ. ഇനിയിപ്പോൾ ഉള്ള സംരക്ഷിക്കണമെങ്കിൽ വേറെ ഒരു പണിയില്ല. സദാം ഹുസൈൻ കാണിച്ച പോലെ മുഴുവനും ഈ മണ്ണിനകത്ത് കുഴിച്ചിരുന്ന കണ്ണിവടിയില്ലേ, പൊട്ടുന്ന ആ സൈസ് വെക്കണം ഇനി ഇത് രക്ഷിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നാളെ നിങ്ങൾ വരുമ്പോൾ ഈ കാണുന്ന ചന്ദനങ്ങൾ ഒരെണ്ണം കാണിയാലാ. ഇത് ഞാനാ പറയണേ. ഇത്ര വലിയ ടെക്നോളജി ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ കാലത്ത് ഈ ചന്ദനം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ രാജ്യത്തെ രക്ഷിക്കുമെന്ന് നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ഈ ക്യാമറ കൊണ്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നാണ് ഈ പറയണത്? ഒന്ന് നോക്കിക്കാൻ നിങ്ങൾ. ഈ മറയൂരിലെ ഏറ്റവും പേര് കേട്ട ഒരു സ്ഥലം ഈ ചന്ദനം തീർന്ന് ആഫീസ് കൂട്ടി കോടികൾ സമ്പാദിച്ചു ഓരോരുത്തന്മാര്. ഞങ്ങളെ പോലെ ഉള്ള കുറെ അവന്മാർ മാത്രമേ ഇവിടെ കിടപ്പുണ്ട്. തീർന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ നിപ്പുള്ളൂ. ഇതിനൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ നമ്പർ ഇട്ടിരിക്കുന്നത് കൊണ്ട് ചന്ദനം കക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. അവർ നേരത്തെ പറഞ്ഞു വെക്കും 200-ാം നമ്പർ നമുക്കിന്ന് തട്ടണമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം 200-ാം നമ്പർ നല്ല മുട്ട സൈസായിരിക്കും. അങ്ങനെ നമ്പർ നോക്കിയാൽ ഇപ്പൊ തട്ട് മുഴുവനും തീർന്നു. പിന്നെ അവിടെ എവിടെയൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ചന്ദനങ്ങൾ മുഴുവനും തീർന്നു. നിങ്ങൾ വേണമെങ്കിൽ കയറി നോക്കിയാൽ, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കി. ഇതിനകത്തോട്ട് ഇവിടെയൊക്കെ നിറഞ്ഞു നിന്നതാ ചന്ദനങ്ങൾ. എല്ലാം തീർന്നു. ഇനി അവിടെ എവിടെയും കുറച്ച് മാത്രം നിൽപ്പുണ്ട്. ഈ ഫോറസ്റ്റുകാരും ഈ വാച്ചർമാരും ഇവർക്ക് ശമ്പളം കൊടുത്ത് തന്നെ ഗവൺമെന്റ് മുടിയുകയും ചെയ്യും. ഈ ചന്ദനം വിറ്റ് ഗവൺമെന്റിന് 10 പൈസ ഖജനാവിലോട്ട് വീഴാൻ പോണില്ല. അത് ഞാൻ തറപ്പിച്ച് പറയാം. എത്രയും പെട്ടെന്ന് ഈ ഗവൺമെന്റ് ഇനി ഉള്ളതെങ്കിലും വെട്ടി വിറ്റ് കാശാക്കിയ ഉള്ള കാശ് വെട്ടിക്കാത്ത വീഴും. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ക്ലോസ്. ചന്ദനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനി മറയൂരിലോട്ട് ആരും വരണ്ട. നിങ്ങൾക്കും വരാൻ പറ്റിയല്ലേ ചന്ദനത്തിന്റെ കേസ് പിടിക്കാനായിട്ട് ഇനി? കാരണം ഒന്നും കാണിയല്ല ഇവിടെ പിടിക്കാനായിട്ട്. തീർന്നു, എല്ലാം തീർന്നു. ഇത് എന്നാ ഇടപാടായത്? ഇത് സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ പാകിസ്ഥാനുമായിട്ടുള്ള തീവ്രവാദി സംഘത്തിനെയൊക്കെ നമ്മൾ എങ്ങനെ തകർക്കും? ഇത് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ എന്തൊരു സംവിധാനമായിട്ട് ഇത്? എന്താ ഇതിന്റെ കളിയെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിന്റെ കൈകൾ? ഇതൊന്നും മനസ്സിലാകുന്നില്ല. ജനങ്ങളെ വെറും മണ്ടന്മാരാക്കുക. എന്നും പത്രത്തേക്കാടാ 350 കിലോ പിടിച്ച്, 400 കിലോ പിടിച്ച്, ലോറി പിടിച്ച്, ജീപ്പ് പിടിച്ച്, കാർ പിടിച്ച്, കോളീസ് പിടിച്ച്, എത്ര വണ്ടിയാ മറയൂർ പിടിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും വണ്ടികൾ പിടിച്ച് ഇത്രയും ചന്ദനങ്ങൾ പിടിച്ചിട്ട് നമുക്ക് ഇത് വെട്ടൽ നിർത്താനായിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ? ചെക്ക് പോസ്റ്റുകൾ എവിടെയൊക്കെ ചെക്ക് പോസ്റ്റ്, വേണ്ടാത്തടത്തൊക്കെ ചെക്ക് പോസ്റ്റ്. ഇത് എന്തോ എന്നും പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കില്ല. ഇത് ഗവൺമെന്റില് ബുദ്ധിജീവികളൊന്നുമില്ല ഇതിനൊരു പുതിയ സംവിധാനം കണ്ടുപിടിക്കാനായിട്ട്, ഇത് നിർത്തലാക്കാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിജീവികൾ ആരും ഇല്ലേ? കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഇവിടെ ടാക്സ് ഫോഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിന്യസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചന്ദനം എന്നിട്ടും കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൻ എന്ന നിലയിൽ എൻ്റെ പൊന്നു സുഹൃത്തെ,
ദിനം പ്രതി കൂടുന്നതല്ലാണ്ട് കുറയുന്ന ചരിത്രം ഇവിടെയില്ല. നേരത്തെയൊക്കെ ഉൾപ്രദേശങ്ങളിലാണ് വെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പബ്ലിക്കായിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്നത് തന്റെ അടുത്തോടു കൂടി വെട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയിരിക്കുക ആൾക്കാർ. ഇവിടെ ഓരോരുത്തരുടെ വീടിന്റെ മതിലിനകത്ത് നിൽക്കുന്നവരെയും ഈ ഇന്നലെ വെട്ടിക്കൊണ്ടുപോയി. ജനങ്ങൾ ഇപ്പൊ വളരെ എങ്ങനെയാ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ലല്ലോ. പകല് വരെയും വെട്ടാൻ തുടങ്ങി നമ്മൾ വെച്ചോട്ടാ മതി. ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല. റോഡ് സൈഡിൽ നിൽക്കുന്ന വല്ലവനും വെട്ടുവോ പേടിച്ചിട്ട്? ജനങ്ങൾ കാണില്ലേ? പക്ഷെ ഇപ്പൊ റോഡ് സൈഡിൽ നിന്നാണ് വെട്ടിക്കൊണ്ട് പോകുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച്, അതായത് ഇത്രയും ഫോറസ്റ്റുകാരില്ലായിരുന്നു പണ്ട്, ഇത്രയും വാച്ചർമാരില്ലായിരുന്നു, ഇത്രയും ചെക്ക് പോസ്റ്റുകളില്ലായിരുന്നു. അന്ന് ചന്ദന മോഷണം വളരെ കുറവായിരുന്നു. ഇത്രയും സംവിധാനങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ചന്ദനം വെട്ട് കൂടുതലുണ്ടായിരിക്കുന്നതെന്ന് തറപ്പിച്ച് പറയാൻ പറ്റും. ഇവിടെ ഈ അജ്ഞാത മരണങ്ങളിലേക്ക് ചന്ദ്രൻകടത്തുമായിട്ട് ബന്ധപ്പെട്ട അജ്ഞാത മരണം പലരും മരിച്ചുപോയും പലരുടെ വീട്ടിൽ കള്ളക്കേസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫോറസ്റ്റുകാർ. അത് പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു മരണം ഉണ്ടായി. അവൻ ചന്ദനം കൊടുക്കാന്ന് പറഞ്ഞാണ്ട് ലക്ഷക്കണക്കിന് രൂപ മേടിച്ചെന്നോ, ആ പറഞ്ഞ സമയത്ത് ചന്ദനം കൊണ്ടുപോയി കൊടുത്തില്ലെന്നോ, അവൻ അവിടുന്ന് ഇവിടെ ആളെ വിട്ട് ഇവിടെ വരുത്തി ജീപ്പ് സഹിതം പൊക്കിക്കൊണ്ടുപോയിട്ട് അവനെ ക്ലോസ് ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ട്. ഇതുപോലെ പല സംഭവങ്ങളും ഫോറസ്റ്റിനകത്ത് 1-2 ശവങ്ങൾ കിടന്നെന്ന് പറയുന്നത് കേട്ട് ഒക്കെ ഈ ചന്ദനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെയുള്ള മരണങ്ങൾ, ദുർമരണങ്ങൾ ഈ വനത്തിന്റെ ഉള്ളിൽ നടന്ന ചരിത്രമില്ലല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 47 വർഷത്തോളമായി. ഈ 47 വർഷത്തിനുള്ളിൽ ഈ അടുത്ത കാലത്താണല്ലോ ഇത്രയും വലിയ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഫോറസ്റ്റുകാരെ വെട്ടി ആണ്ട് മുതവക്കുടിയിൽ എങ്ങാണ്ട് കൈബോംബ് പൊട്ടി എന്ന് പറയുന്ന കേട്ട് ഈ അടുത്ത കാലത്ത്. ഇതിനെ പറ്റിയൊക്കെ ഒരു CBI അന്വേഷണം ഇവിടെ നടത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വലിയ 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 സംഭവങ്ങൾ ഇനി സംഭവിക്കാൻ പോണതേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ല, വലിയ അറിവില്ല, എങ്കിലും ഞാൻ പറയാം. ഇവിടെ ഇതൊരു കുടിൽ വ്യവസായമായിട്ട് മാറിയിരിക്കുക ചന്ദനം വെട്ട്. അപ്പം ചോദിക്കാതെ എങ്ങനെയാണെന്ന്. ഇവിടെ ഉള്ളവർ 5 കിലോ 10 കിലോ 100 കിലോ 200 കിലോ 300 കിലോ അങ്ങനെ 1000 വരെയും വെട്ടി ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ അത് ഹോൾസെയിലായിട്ട് എടുക്കുന്ന പല വ്യാപാരികൾ ഇവിടെ ഉണ്ട്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ 1 കിലോയും 2 കിലോയും 5 കിലോയും വെട്ടി ചുമക്കാൻ പോണ ചുമട്ടുകാരെയാണ് ഈ പിടിക്കണം ഭൂരിപക്ഷവും. ഈ ചുമട്ടുകാരെ പിടിച്ച് 2 ഇടി ഇടിക്കുമ്പം ആർക്കാ കൊണ്ടുപോയി കൊടുക്കണമെന്നുള്ളത് അവർ പറയും. അപ്പൊ ഈ ലോഡ് കണക്കിന് മേടിക്കുന്നവനെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഈ ലോഡ് കണക്കിന് കൊടുക്കുന്നവനെ പിടിച്ചു കഴിയുമ്പം ഇതിന്റെ മൊത്തത്തിൽ എടുക്കുന്നവൻ അടിമാലിയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എവിടെയാ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ അവനെ പിടിക്കാൻ പറ്റും. അങ്ങനെ വേര് നമുക്ക് പറിക്കാൻ പറ്റും. പക്ഷെ ഇവർ ചെയ്യുന്ന എന്നാണെന്നറിയാവോ? ഈ ചുമക്കാൻ പോണ കൂലിപ്പണിക്കാരെ മാത്രം പിടിച്ചുകൊണ്ട് പോയി ഇടിച്ചു വിടുന്നതല്ലാണ്ട് ബാക്കി അന്വേഷണങ്ങൾ അവരങ്ങോട്ട് നടത്തുന്നില്ല. അതെന്താ അതിന്റെ കാരണം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് നിർത്തലാക്കാൻ പറ്റുമോ? അപ്പോ ഗവൺമെന്റ് ഇതിന്റെ ആണിവേര് പറിക്കാനായിട്ട് ഇത് ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ഇവിടെയുള്ള വ്യാപാരികളെ പിടിക്കാത്തതിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം ഇത് മന്ത്രിതലത്തിൽ വരെ പിടിപാടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് യുവമാർക്ക്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെ പിടിക്കുന്നില്ല? ഈ ഇവിടെ എത്ര ലോഡ് കണക്കിനാണ് ഇവിടെ പിടിക്കുന്നത്. പണ്ടൊക്കെ ഈ അകത്ത് വെട്ടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോ റോഡ് സൈഡിലോട്ട് മാറി. അതുപോലെ തന്നെ വണ്ടികൾ എത്ര സൈസ് വണ്ടി നിങ്ങളങ്ങോട്ട് ചെന്ന് നോക്കിയാൽ, ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് നോക്കിയേ, വിലപിടിപ്പുള്ള പല വണ്ടികൾ കിടപ്പുണ്ട്. ഇവിടെ ഇതൊരു കുടിശ്ശ തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേപറ്റി ഇനി ഇതിൽ കൂടുതൽ എന്നാ ഈ പറയാണ്ടിരിക്കണേ? ഇതിനെ പറ്റി ഈ ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ചന്ദനം നിന്നതാ. ഞാൻ കൊച്ചിന് ഇതിലേക്ക് കളിച്ചോണ്ട് നടന്ന ഇതിനകത്ത് കയറാൻ പേടിക്കും ഞാൻ. കാരണം അത്രയ്ക്ക് വൻ കാടായിരുന്നു. ഇന്നെ യേശു ക്രിസ്തുവിനെ കുരിശി തറച്ച പോലെ 2-3 അവിടെ നിൽപ്പുണ്ട്. കുറെ കൊങ്ങിണിച്ചടിയും നിൽപ്പുണ്ട്. ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്ന പണിയുണ്ടോ? നിങ്ങൾ ക്യാമറ അങ്ങോട്ട് തിരിച്ച് റോഡ് സൈഡ് മുഴുവനും ചൗക്കത്തായി അടുപ്പിച്ച് അങ്ങ് നട്ടുവെച്ചിരിക്കുക. വലിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ കാറെ കൂടെ ഇതിലെ വരുമ്പം ഇവിടുത്തെ റേഞ്ചർ അങ്ങേരുടെ കൂടെ വരും. സാർ ദിസ് ഈസ് മൈ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങേര് നോക്കുമ്പോൾ വഴി സൈഡ് മുഴുവനും മരം അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇതുപോലെ ആയിരിക്കും അകത്തുനിന്ന് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോകും. പക്ഷെ സംഭവം എന്നാ? നോക്ക്, ഇതിനകത്ത് വല്ല ഉണ്ടോ? തലകുത്തി ഇങ്ങനെ മറിയാ നമുക്ക് വല്ല ഉണ്ടോ? ഒരു മുള്ളു പോലും ഇല്ല. അത്രയ്ക്ക് നശിച്ചു കിടന്നിട്ട് ഇത് നിർത്തലാക്കാനായിട്ട് ഇവിടെ ഒരു സംവിധാനം ഞാൻ എന്റെ പൊന്നി കേട്ടാക്കാം. എനിക്കിത് കൊള്ളൊന്നും പറയാനില്ല. എന്റെ 10 പൈസ പോയി.